നീ എത്തിയോ? ഇല്ല, എത്താറാവുന്നു. ടയേർഡാണെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് മീറ്റിങ്ങിന് കയറിയാലും മതി. വേണമെന്നില്ലമ്മേ. അവിടെ എത്തിയാൽ ഉടനെ ബലരാമനെ വിളിക്കണം. ശരി. നീ ആദ്യമായിട്ടാ യൂണിയൻ മീറ്റിങ്ങിന് ഇരിക്കുന്നത്. വലിയ താപ്പാനകളവര്, പല തന്ത്രങ്ങളും പയറ്റും. നിന്റെ വെട്ടൊന്നും മുറി രണ്ടെന്നുള്ള സ്വഭാവം അവിടെ എടുക്കരുത്. എന്ത് പ്രകോപനം ഉണ്ടായാലും ശാന്തമായിട്ട് വേണം നേരിടാൻ. മനസ്സിലായോ? ശരിയമ്മേ. തീരുമാനങ്ങൾ പറയും മുമ്പ് അങ്കിളുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഞാൻ വിളിച്ചോളാം. ശരി, അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കേ. ആ ശരിയമ്മേ. അയ്യോടെ ചക്കരെ, ഇന്ന് എനിക്ക് ഷൂട്ടുണ്ട്. ഇന്ന് എന്തായാലും ഫ്രീ ആവാൻ പറ്റില്ല. നമുക്ക് നാളെ കാണാം. ഷുവർ. ആ നാളെ നിനക്ക് വേണ്ടി ഒരു ബ്രേക്ക് എടുക്കാം. പെണങ്ങല്ലേ? ഇന്നലെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കിയേനെ. അല്ലല്ല, കള്ളം പറഞ്ഞല്ല. നീ എന്റെ ലൈഫിൽ നിറഞ്ഞു നിൽക്കല്ലേ. നിന്നെ കഴിഞ്ഞിട്ട് എനിക്ക് മറ്റെന്തുള്ളൂ. ഇന്നിപ്പോ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയില്ലേ. ഇപ്പൊ പകുതി വെച്ചിട്ടച്ച് പോകുന്നെങ്ങനാ? നാളെ മോള് രാവിലെ ഇറങ്ങിക്കോ, ഫ്ലാറ്റിലേക്ക് വന്നാൽ മതി. വേറൊരു പ്രോഗ്രാമും എടുക്കാതെ ഞാൻ നിനക്ക് വേണ്ടി മാത്രം കാത്തിരിക്കാം. പ്രോമിസ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എന്റെ ക്യാരക്ടർ എങ്ങനെയാ മാറ്റാൻ പറ്റത്തില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക, അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? അതെ അതെ, കണ്ടിരിക്കും, കാണാം. ഡയറക്ടറാ. സാറേ, അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, നാളെ കാണാം. അയാൾക്ക് എന്റെ ക്യാരക്ടർ ജെന്യൂൻ ആണോന്ന് സംശയം. എന്താ, നിനക്ക് സംശയമുണ്ടോ? ഫോൺ ചെക്ക് ചെയ്യണോ? എന്താ ചെക്ക് ചെയ്യേ? എനിക്ക് നിന്നെ വിശ്വാസ. പെണ്ണുങ്ങൾ ഒരുപാട് ചുറ്റിന് വന്നിട്ടും നീ സ്നേഹിച്ചത് എന്നെ മാത്രമല്ലേ? 1001 ഹൂറികൾ ചുറ്റും നിന്നാലും അവരാരും എന്റെ മീരെ പോലെ ആവില്ല. നിങ്ങൾ അങ്ങോട്ട് കയറിയിരിക്കേ. നന്ദ സാർ ഇപ്പോൾ വരും. നിങ്ങൾ വാ. സാറിപ്പിങ്ങ് എത്തും. എന്താവോ എന്തോ. അവരൊന്നിനും അടുക്കുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എല്ലാവരും എത്തിയോ? എത്തി സാർ. ഹലോ, ഒന്ന് നിൽക്കണം. അപ്പൊ എങ്ങനെയാ യൂണിയൻ പറയുന്ന ശമ്പള വർധനമൊക്കെ കമ്പനി അംഗീകരിക്കുമോ? ഇതാരാ? മഞ്ഞപത്രമാ, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഓ, ഇത്രയും കാലം ചെയ്തതുപോലെ തന്നെ വീണ്ടും ബൂർഷപരമായ രീതികളൊക്കെ തുടരുന്ന ഒരു സംസാരം ഇവിടെ ഉണ്ട്. തൊഴിലാളികളുടെ ആവശ്യം ന്യായമാണ്, അത് അംഗീകരിച്ചു കൊടുക്കുന്നതാവും ബുദ്ധി. കമ്പനി ഒരു ലോക്കൗട്ടിലേക്ക് എത്തിക്കായിരുന്ന നിങ്ങൾക്കുള്ള. അല്ല, ഇതൊക്കെ പറയാൻ താനാരാ? തൊഴിലാളിയാണോ? അല്ല. യൂണിയൻ ലീഡറാണോ? അല്ലല്ലോ. പിന്നെ തനിക്ക് എന്താ ഇവിടെ കാര്യം? ഇച്ചായനെ ശരിക്ക് സാറിന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ന്യൂസ് വല്ലതും കിട്ടിയാ ചാനലിലിട്ടാ മതി. ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഭരണപക്ഷത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് എന്റെ ചാനലിന്റെ പങ്ക് അറിയാത്തതാണോ അറിയില്ലെന്ന് നടിക്കുന്നതാണോ? എന്തായാലും ഞാനത് അറിയിച്ചു തരും. മുടക്കാൻ നിൽക്കാതെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അംഗീകരിച്ചു കൊടുക്കാൻ നോക്കണം.
എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളാം. പത്രപ്രവർത്തനം കൊണ്ട് മാറി നിന്നാട്ടെ. ഈ ചായനെ പിണക്കിയവരൊക്കെ തലയിൽ കൈയും വെച്ച് ഓടിയിട്ടുണ്ട്. ആ പിന്നെ സൂക്ഷിച്ചാ കൊള്ളാം. സുബ്രു വേണ്ട. സാറിനെ എന്നെ പറ്റി അറിയാത്തോണ്ട രാമമാനേരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സാറ് അകത്തോട്ട് വരൂ. സാറേ, ഇവൻ ഈ നാട്ടിലെ ഏറ്റവും വിഷമുള്ള ജന്തുവാ. വൃത്തികെട്ടവൻ. അവിഹിതം തേടി നടക്കല പണി. വാർത്തയില്ലെങ്കിൽ സ്വയം ഉണ്ടാക്കും. ഇവന് തല്ല് ഒരുപാട് കൊണ്ടുണ്ട്. പക്ഷെ ഒരു നാണവുമില്ല. ഒരു യൂട്യൂബ് ചാനലും വെച്ച് ആളുകളെ അപകീർത്തിപ്പെടുത്തല പ്രധാന പണി. സാറ് സമയം കളയണ്ട. നമുക്ക് ആദ്യം ബലരാമൻ സാറുമായിട്ടൊരു ഡിസ്കഷൻ നടത്താം. അത് കഴിഞ്ഞ് യൂണിയൻ ലീഡേഴ്സുമായിട്ട് സംസാരിച്ച പോരെ. ബലരാമൻ സാറിന് ഇവിടെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ നമുക്കൊരു പിക്ചർ കിട്ടുകയും ചെയ്യും. എന്നിട്ട് അവരുമായിട്ട് ഇരിക്കാം. എന്താ? അപ്പൊ എങ്ങനെയാ സാറേ, തുടങ്ങയല്ലേ? താനെങ്ങോട്ടാ? അല്ല, ചർച്ചയല്ലേ? ഈ വിഷയങ്ങളൊക്കെ പ്രേക്ഷകർ അറിയണമല്ലോ. മാനേജ്മെന്റ് യൂണിയൻ ലീഡേഴ്സും തമ്മിൽ ആ ഡിസ്കഷൻ. അതിന് നിങ്ങൾ ഇതിനകത്തേക്ക് കയറിയത്? അല്ല, മീഡിയാസ് പറഞ്ഞില്ലേ യൂണിയനുമായിട്ട് തനിക്ക് ബന്ധമൊന്നുമില്ലല്ലോ. താൻ പുറത്തു. വാർത്ത തരണമെന്ന് അവർക്ക് തോന്നിയാ അവരോട് തരും. അത്യാവശ്യം ജനപ്രിയ ന്യൂസ് ചാനലാണ്. അതിന്റെ റിപ്പോർട്ടറോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മീഡിയ ടീമിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾക്ക് അറിയാം. ശരിയായ മീഡിയ ടീം വരട്ടെ. അവരെ വേണ്ട പോലെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. രാമേട്ടാ, ഇവരെ പിടിച്ച് പുറത്താക്ക്. അതെ, നിങ്ങളൊന്ന് പുറത്തു പോകണം. ദേഹത്ത് തൊടരുത്. ഓ, ദേഹത്തോട്ട് കളിമാറും കേട്ടോ. പാടോ. ഇത് ഒരു നടക്ക് പോകില്ല കേട്ടോ. എന്റെ ചാനലിന് പുല്ലുവില കൽപ്പിച്ചിട്ട് അവൻ ചർച്ച ചെയ്ത് പണി നടത്തുന്നത് എനിക്കത് കാണണം. അത് ശരിയാ. നമ്മളോടാ ചെക്കന്റെ കളി. ഞാൻ മനസ്സ് വെച്ച് ഒരാഴ്ച പണിയെടുത്താലേ ഈ കമ്പനി ഒരു കൊല്ലം പൂട്ടിക്കിടക്കും. കൂട്ടിയിരിക്കും. എന്നെ കൊണ്ടേ അത് ജയിപ്പിക്കരുത്. എന്നോടാ അവന്റെ കളി. പ്രകാശ്, ഇപ്പൊ എന്താ ആലോചിക്കുന്നേ? ഇത്രയും സന്തോഷമുള്ളൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കായിരുന്നു. ശരിക്കും? ശരിക്കും. ഞാൻ ലൈഫിൽ ശരിയായ ഹാപ്പിനെസ് എന്താണെന്ന് അറിഞ്ഞത് മീരയെ പരിചയപ്പെട്ടതിന് ശേഷം. എല്ലാ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് ഇങ്ങനെ നിന്റെ അടുത്തിരിക്കുമ്പോഴാ മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സമാധാനം, സന്തോഷം. റിയലി ഇപ്പൊ ഞാനത് അനുഭവിക്കാം. ഇത് സിനിമയിലെ ഡയലോഗൊന്നും അല്ലല്ലോ അല്ലേ? ഇതുവരെ വന്നിട്ടില്ല. വേണമെങ്കിൽ അടുത്ത ഷെഡ്യൂൾ കൊടുത്തേക്കാം. അതെന്താ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ ദേഷ്യം വരാഞ്ഞ? നിന്റെ ദേഷ്യം കാണാൻ എന്ത് രസാ. ഇന്നേ ഒരു നല്ല ദിവസാ. നീ എന്ത് പറഞ്ഞാലും എനിക്ക് ദേഷ്യം വരില്ല. ഈ ദിവസത്തിന്റെ ഓരോ നിമിഷവും എനിക്ക് സന്തോഷമായിട്ട് അത് ആസ്വദിക്കണം.